കുണച്ച പരിപാടി ചെയ്യാതിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഡൽഹി പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ഇനി പ്രത്യേകിച്ചായി ഈ പറയുന്ന എക്സാം, അതുപോലെ ഇനി എക്സാം അവരവരുടെ ജില്ലക്കാർ നടത്തണം എന്നൊക്കെ ഉള്ള രീതിയിലും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ വർഗീയത, മതം, ജാതി ഇതെല്ലാം പിടിച്ച് കയറ്റുന്നുണ്ട്. ഔറംഗസേബിന്റെ കാര്യമൊക്കെ പിടിച്ച് കയറ്റിയതുണ്ട്. അങ്ങനെ മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെ നടക്കണം എന്ന് പോലും സത്യം പറഞ്ഞത് മൊത്തത്തിൽ അറിഞ്ഞൂടാ. ഈ കെ ഫാമിലിയിലെ ദിയാകൃഷ്ണൻ എന്ത് തൊട്ടിത്തരോ കാണിച്ചിരിക്കാൻ. അതിന്റെ ഇടയിൽ ചാണകം, അത് തന്നെ പറയേണ്ടി വരും, ചാണകം കുത്തി നിറയ്ക്കുക. ഓക്കെ, ഒരു അവസരം നോക്കിയിരിക്കുന്നതാണ് നിങ്ങൾ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഈ വർഗീയത ഉണ്ടാക്കാനും ജാതി മതവും പൊളിറ്റിക്സും ഒക്കെ പറഞ്ഞ് അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാത്തിരിക്കുവാണോ? ഇവിടെ ഡൽഹിയിൽ നടക്കുന്ന ആ പ്രൊട്ടസ്റ്റിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ? നിരപരാധികളായ ഒരുപാട് വിദ്യാർത്ഥിനികൾ പോലീസിന്റെ ലാത്തി ചാർജിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ വന്ന് ലാത്തി ചാർജ് ചെയ്യുന്നവന്മാരെല്ലാം പോലീസ് ആണോ എന്നുപോലും അറിയത്തില്ല, അല്ലാണ്ട് ഇനി ഇറക്കിയതാണെന്നും അറിയത്തില്ല. ഓരോ സ്ത്രീകളെയൊക്കെ കമ്പിട്ട് കുത്തുന്നത് അതും ഇതുമൊക്കെ വീഡിയോ ഒക്കെ കണ്ട് ഒരുമായി മരവിച്ചിരിക്കുക. നമ്മുടെ വീട്ടിലെ അമ്മയോ പെങ്ങളോ ഭാര്യ ആരെങ്കിലും ഒക്കെ ആണ് ഈ കിടന്ന് ഓടുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കുവോ? അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. അവിടെ കിടന്ന പിള്ളേര് എരന്ന് വാങ്ങുക. പക്ഷെ ആ ഒരു സമരം കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവട്ടെ, അങ്ങേര് രാജിവെച്ച് പോയെങ്കിലും അവർക്കൊരു സമാധാനം ഉണ്ടാവട്ടെ, അതിനൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക പിള്ളേർ കിടന്നിട്ട്. കാണുമ്പോൾ വിഷമമുണ്ട്. പ്രത്യേകിച്ച് വീഡിയോസിൽ പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യപ്പറ്റില്ലാണ്ട്, ഒരു മനുഷ്യത്വം ഇല്ലാണ്ടാണ് ഉപദ്രവിക്കുന്നത്. പുറഞ്ച അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഒരു എക്സാം ഞാൻ ഈ സ്വയം തീർന്ന പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കത്തില്ല. ഇനിയുള്ള പിള്ളേരെങ്കിലും മനസ്സിലാക്കുക. ആര് കേൾക്കാൻ? വിഷമമുണ്ടേ. ഒരു എക്സാം ഒന്നും അല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. ഓക്കെ, ഒരു വഴി പറഞ്ഞാൽ അടുത്ത വാതിൽ തുറക്കും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയും അത് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായതിന്റെ വിഷമം നിനക്ക് മനസ്സിലാകത്തില്ല. വിഷമമെല്ലാം മനസ്സിലാവും. പക്ഷേ എന്നാൽ നമ്മൾ സ്വയം തീരണം. അതൊരിക്കലും വേറെ ഒരു പരിപാടിയല്ല. ഒന്നുകിൽ എക്സാം നടത്തുമ്പോൾ നേരെ നടത്തണോടെ, അല്ലാണ്ട് എക്സാം നടത്തി റിസൾട്ട് വന്ന് കുറെ പിള്ളേർ പാസ്സായതിനു ശേഷം ചോദ്യ പേപ്പർ ലീക്കായി. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഒന്ന് പറയും ചോദ്യ പേപ്പർ ലീക്കായി. മറ്റേ ഇടയ്ക്ക് ടെലഗ്രാം നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. നീറ്റ് എക്സാമിന്റെ ഒരു വിഷയമൊക്കെ ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത്. എന്നാൽ അവർ പറയുന്ന ഓഫീസിൽ വേറെ റീസണാണ്. പക്ഷേ നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യം എന്നുള്ള റീസൺ വെച്ചിട്ടാണ് ടെലഗ്രാം ബ്ലോക്ക് ആക്കി ഇന്ത്യയിൽ വെച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും ഒന്നുകിൽ നേരെ എക്സാം നടത്തുക, അല്ലെങ്കിൽ എക്സാം നടത്തി റിസൾട്ട് വന്ന് കുറെ പിള്ളേർ പാസ്സായി. അതും ഈ പറയുന്ന 5ാം ക്ലാസ് 6ാം ക്ലാസ് എക്സാം ഒന്നുമില്ല. കഷ്ടപ്പെട്ട് പിള്ളേർ പഠിച്ച് അത് ഉറപ്പില്ലാണ്ട് പഠിച്ച് അവർ കഷ്ടപ്പെട്ട് പാസ്സായപ്പോൾ അവസാനം റിസൾട്ട് വന്ന് അവർ ജയിച്ചതിന് ശേഷം പറയുകയാണ് എക്സാം എടുത്ത് മാറ്റിയത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ PSC എക്സാം എന്ന സാധനമുണ്ട്. ഇതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിന്റെ അത്രയും അങ്ങോട്ട് ഇല്ലെങ്കിലും ഇതിനേക്കാൾ അപ്പുറം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ബാക്കിലോട്ട് നിന്നാൽ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറി പെടുമ്പോൾ ലിസ്റ്റ് എടുത്ത് ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ കിടന്നുള്ള പിള്ളേർ വിദ്യാർത്ഥികൾ എല്ലാം കൂടി സമരം ചെയ്ത ഘട്ടമുണ്ടായിരുന്നു. ഒരു പട്ടിക്കുഞ്ഞു തിരിഞ്ഞു നോക്കില്ല, മണ്ണ് തിന്നു, കിടന്ന് ഉരുണ്ടു, അടികൊണ്ട് പലതും ചെയ്തു. എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ നടക്കുന്നത് പാൻ ഇന്ത്യ സ്റ്റാറായി. ഓക്കെ, പക്ഷേ അവിടെ ലാത്തി ചാർജ്, ഉപദ്രവം, അടിച്ചോട്ടിക്കലും ഓരോ വീഡിയോസാണ് വിഷമം. ഞാൻ സത്യം ഞാൻ അധികം നോക്കാൻ പോകില്ല. സ്ക്രോളിംഗ് എവിടെയെങ്കിലും കണ്ടു ഞാൻ അത് നീക്കി വിടുന്നത്. എന്തിന് കാണാൻ എനിക്ക് തോന്നുന്നു. നമ്മുടെ വീട്ടിലെ മക്കൾക്കോ അമ്മക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഇതുപോലെ നോക്കിയിരിക്കും. നമ്മൾ വെറുതെ ജസ്റ്റ് റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ കുറെ പുന്നാരം പോയത് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് പോയാൽ പ്രൊട്ടസ്റ്റിന് പിള്ളേരെ ഇല്ലെന്ന് പോയില്ല. ഇതിന്റെ ഓരോ നമ്മുടെ കേരളത്തിലുണ്ട്, എവിടെയൊക്കെയോ ഓരോ സ്ഥലങ്ങളൊക്കെ ഇതിന്റെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല ഊളകളും, ഞാൻ അങ്ങനെ പറയും, ഊളകളും അവളുമാർ ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ട് മറ്റേ സൺസ്ക്രീം ഇട്ട് പൊടി അടിക്കാതെ വെയിലടിക്കുക. അതിനെ നീ എന്നെ ഉണ്ടാക്കാൻ പോകുന്നത്? നിനക്ക് വീട്ടിൽ അറിയുന്ന പോലെ അങ്ങ് കയറി കെട്ടി എഴുന്നള്ളി പോവുകയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടിട്ട് കുറച്ചൊക്കെ ഉൾപ്പെടുന്ന നിനക്ക് എന്തിന് പോകണമെന്നുള്ള ബോധമുണ്ട്. ഇനി നീ ഗെറ്റ് റെഡി വിത്ത് മീ മറ്റേ എന്ത് ക്രീം ഇട്ട് തേങ്ങ ഉണ്ടാക്കാൻ നീ പൊക്ക. പക്ഷേ അത് എന്തിനാണ് ഇങ്ങനെ റീച്ചിന് വേണ്ടി വീഡിയോ ഇട്ട് നിനക്ക് പല തൊലിക്കട്ടിയുണ്ട്. നിന്റെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നിനക്ക് സംഭവിക്കും. അപ്പോൾ നീ പഠിക്കത്തുള്ളൂ. എനിക്ക് ചോദിച്ചു വന്നു അവിടെ കുറെ എണ്ണം ഡൽഹി കിടന്ന് അടികൊള്ളയാണ്, പട്ടി കണക്കിന് അടികൊള്ളയാണ്, തെരുവ് പട്ടികളെക്കാളും എടുത്ത് അടിക്കുക, ഉപദ്രവിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇവിടെ കുറെ എണ്ണം ഞാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് പറയാനാണ് നമ്മുടെ മെഹറുണ്ട്, പിന്നെ റനാ ഫാത്തിമയുണ്ട്. ഇങ്ങനെ കുറെ എണ്ണം എന്തിനോ വേണ്ടി അവിടെ പോയി കിടന്ന് തോന്നി മാസം കാണിക്കുകയാണ്. ഇപ്പൊ എറണാകുളത്തെ കണ്ടാണെന്ന് തോന്നുന്നു ഇവള് പോയത്. അവിടെ പോയി പോകാൻ വേണ്ടി പട്ടി ഒഴിച്ചുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രൊട്ടസ്റ്റിന് പോയെന്ന്. അതിന് വേണ്ടി ഓരോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഗെറ്റ് റെഡി ഞാൻ ഒരുങ്ങി ഞാൻ കുറെ എടുത്ത് ഈ കുറെ കടിയൊക്കെ എടുത്ത് നീ കാലം പിടിച്ച് യാസിക്കാത്തിന് പോകാനാണെങ്കിൽ എന്നാ ഉണ്ടാക്കാൻ പോകുന്നത്? നീ പോകണോ? നീ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്ത് നാട്ടുകാരെ ഞാൻ ആനവലോട്ടം ഉണ്ടാക്കാനാണ് നീ ശ്രമിക്കുന്നത്. എനിക്ക് മനസ്സിലാത്ത ഞാൻ ചോദിക്കണം. സത്യം പറയാം, എനിക്ക് പുച്ഛമാണ് തോന്നി. പുച്ഛം നിന്നോട് അത്ര അതപ്പതി ചോദിക്കും. ഇതിനെ അൺഫോളോ ചെയ്ത് എന്തിനാണ് ഇതിനെ ഫോളോ ചെയ്തിരിക്കുന്നത്? എന്റെ വീഡിയോ 10 പേര് കാണാൻ 10 പേര് പോയി 10 പറഞ്ഞിട്ട് മനസ്സമാനം കിട്ടും. അല്ല കുറെ ഊളകൾ ഓളത്തരം കാണാൻ നിനക്ക് എന്തിനാണ്? നിനക്കൊന്നും 5 വെച്ചാൽ പോകുന്നില്ല. ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാക്കി പ്രൊട്ടസ്റ്റിന് പോകണം. പ്രൊട്ടസ്റ്റിനുള്ള എസൻഷ്യൽ ആവശ്യങ്ങൾക്കുള്ള സാധനം കൊണ്ട് നീ എവിടെ പോകണത്? മേക്കപ്പ് ഇട്ട് നാട്ടുകാരെ കാണിക്കുക, പ്രകാശനത്തിന് റീച്ചിന് വേണ്ടി കണ്ടിട്ടുണ്ടാക്കണം. ഊളകൾ എല്ലാം കണ്ടിട്ട് തന്നെയാണ് എല്ലാ വീഡിയോ സ്വന്തമായിട്ട് കാണാൻ റീച്ചും കോപ്പൊക്കെ ആഗ്രഹിച്ചിട്ട് തന്നെ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് തൊട്ടിത്തരം കാണിച്ചുകൊണ്ടല്ല നടക്കുന്നത്. ഓക്കെ, ഇത് സകലമായ തൊട്ടിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഊളത്തരം മാത്രം റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. നിന്നെയൊക്കെ മറന്നു കിട്ടുന്നത്. നിന്നെ പോലെ ഉള്ളതിനെ ലാത്തി കുത്തിയിട്ട് വെളിയിൽ അറിയുന്നത് സത്യം വളരെ അറിയുന്നത്. അപ്പോൾ നീ പഠിക്കത്തുള്ളൂ. ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ട് അത് പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിരുന്നു കോപ്പുകൾ. നീ എന്നാത്തിനാ പോകുന്നത് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കാൻ? നിനക്ക് എല്ലാം റീച്ച് തണ്ടായത്തോളം റീച്ച് ആ സെറ്റപ്പ് നീക്കുക. ആ സെറ്റപ്പ് സത്യം ഉള്ള കാര്യം പറയല്ല. പുച്ഛം തോന്നി എനിക്ക് പുച്ഛം. ഒരു പ്രൊട്ടസ്റ്റിന് പോകും. നീ പൊക്കോ, നീ കുറെ എടുത്ത് അടിയിട്ടൊന്ന് പൊക്കോ. ഇത് നീ നാട്ടുകാരെ കാണിച്ച് പൈസ കാണിച്ചു ഓരോന്നും കണ്ടന്റിന് വേണ്ടി റീച്ചിന് വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. നീ കമ്പോ കോപ്പി വെച്ചിട്ടുണ്ടല്ലോ. എന്ത് മാനത്തില്ല എന്ത് നാട്ടുകാരെ വിളിക്കുന്നത് എനിക്ക് കാണാൻ പോകാം ഊളകൾ. എന്നിട്ട് ഇതിനെ തെളിവിൽ തുടങ്ങിയപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ ഇട്ട് അതാണ് അതിനെ കാണുമ്പോൾ
Missed the show? Okay. Here's everything. Say hello to our newest foldable member, Galaxy Z Fold 8. Because one size doesn't fit all. Scroll, watch, read, rotate it, do it again. Whatever's got your attention, Galaxy Z Fold 8 makes room for it. And it's the world's lightest fold. Wild. The camera experience is iconic. You get 50 megapixels in the wide and ultra-wide camera. Whoa, cool edit. Wait, no, that was all automatic. It's called My Fan Cam. Galaxy Z Fold 8 Ultra. Yeah, it's Ultra now. It's the thinnest Galaxy Fold ever. The display's ultra smooth and ultra tough with flex titanium inside. Oh, and it's powered by our largest battery ever. You get 27 hours of non-stop video playback. The camera's got 200 megapixels. Back up. Still sharp. The ultra wide has 50. Now Nudge has your back here, here, and now here. Now to the flip side. Okay, can we talk about that pink for a second? It's our thinnest and lightest flip. The flex window's where all the fun's at. And One UI 9 makes you feel at home on the cover screen. Scroll, make plans, send a reply. Need a reminder? Good news! You're already looking at it. Selfies get 50 megapixels. Smile! And now videos in camcorder are now super steady. Watches. Galaxy Watch Ultra 2. This thing's built different with Snapdragon Wear Elite. It can guide your trail. With the longest ever 60 hours of battery life. Just keep going. No, really, keep going. Galaxy Watch 9. It's changing the game for everyday health. From your heart health to your vitals. It's the ultimate companion for proactive care. We introduced our first intelligent eyewear. Built with Google, designed with 2 really cool studios. AI's just got a whole lot more wearable and stylish. That's Galaxy Unpacked. Foldables, watches, and intelligent eyewear. That's a wrap. See ya. ഒരു കാക്കന്റെ വീഡിയോ കണ്ടു. ഞാൻ ഇന്ന് രാവിലെ ഇട്ടുള്ള ഒരു വീഡിയോനെ പുള്ളി ട്രോളുന്നത്. ഒന്നും സംസാരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങൾ നട്ടലില്ലാത്ത ഇൻഫ്ലുവൻസർ ആണെന്ന് പറയും. നിനക്കൊന്ന് നട്ടലില്ലാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നട്ടലില്ലാത്ത എന്തോന്ന് ഇൻഫ്ലുവൻസർ? നീ എവിടത്തെ ഇൻഫ്ലുവൻസർ? ഏത് പഞ്ചായത്തിലെ ഇൻഫ്ലുവൻസർ? ഈ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ നീ? ഇമാതിരി കുണച്ചു കുത്തിയ പരിപാടികൾ ചെയ്യുന്നതല്ലാണ്ട് എന്തെങ്കിലും നല്ലത് ക്വാളിറ്റി ഉള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീക്ക് എന്ത് ഇൻഫ്ലുവൻസറാ? എന്ത് ഇൻഫ്ലുവൻസർ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് നീക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്? ഓക്കെ, നിന്റെ വീട്ടിന് വേണ്ടിയിട്ടെങ്കിലും നീ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? നിന്റെ വീട്ടിലാരും എനിക്കറിയത്തില്ല. ഈ നാടിനും ഒന്നിനും ഒരു ഗുണമില്ലാതെ നിൽക്കുന്ന നീയൊക്കെ ഒരു തേങ്ങയും വാങ്ങാത്തൊല്ലി നീയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, പറ. ഇൻഫ്ലുവൻസർ പോലെ എന്തെങ്കിലും സംസാരിച്ചാൽ പറയും ഇവള് റീച്ചിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയും. നീ റീച്ചിന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ റീച്ചിന് വേണ്ടിയും 10 ആൾ കാണാൻ എനിക്ക് കാശ് കിട്ടാനും തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലേ? ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് ഒരു എത്തിക്സ് കാണിക്കണം. എല്ലായിടത്തും വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി, എല്ലായിടത്തും വെച്ച് റീച്ച് ഉണ്ടാക്കി, മറ്റടുത്ത പരിപാടി കാണിക്കാതിരിക്കുക. എന്തൊക്കെയാണ് എന്റെ ബാഗിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് റീലാണ് കേട്ടത്. അത് പ്രൊട്ടസ്റ്റിന് പോകുന്ന ആൾക്കാർക്കറിയാം അത് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന്. നീ ഒരു കാര്യം, 5 കിലോ അരി, 10 കിലോ പച്ചക്കറി ഒക്കെ ആയിട്ട് എല്ലാം കൂടിയൊക്കെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ വരുന്ന നടുക്കിരുന്ന് മറ്റേ കഞ്ഞിയും കറിയും വെച്ച് തിന്ന് എനിക്ക് പോ. പ്രൊട്ടസ്റ്റിന് പോകുന്നത് നീ എന്ത് കീരത്തോ കൊണ്ടുപോകും, സൺസ്ക്രീമ് എന്തും മറ്റേ മാങ്ങാത്തൊലിയ വെള്ളമോ എന്താന്ന് വെച്ചാൽ കൊണ്ടുപോയി ഈ നാട്ടുകാരെ കാണിച്ച് ഇത് എന്തിനാ നീ പിന്നെ ഈ പോകുന്നതിന് എന്താ അർത്ഥമുള്ള? എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാ ചോദിക്കുന്നത്. പ്രൊട്ടസ്റ്റിന് പോകുന്നതെന്ന് ഒരു സമരത്തിന് പോകുമ്പോ നിന്റെ അടുത്തേക്ക് എന്തുവാ? നീയൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോ? വരാൻ കണ്ടിട്ടുണ്ടോ? അതിനകത്താണെങ്കിൽ കണ്ണട ആയിക്കോട്ടെ, സൺസ്ക്രീൻ ജാക്കറ്റ് ആയിക്കോട്ടെ, അവിടെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങണവർക്കറിയാം അവിടെ എത്രത്തോളം പൊടി ഉണ്ടെന്നും എത്രത്തോളം നമ്മുടെ കണ്ണും മുഖത്തോട്ടും. പൊടി അടിക്കാതെ
പിന്നെ അവിടെ പോയിട്ട് ഒരു AC റൂം എടുത്ത് അതിൻ്റെ അകത്ത് കയറി കട അവിടെ, അല്ലെങ്കിൽ AC കാറിൽ പോയിട്ട് AC കാറിൻ്റെ അകത്ത് തന്നെ ഇരി. പ്രൊട്ടസ്റ്റിന് പോയ മക്കളെ പൊടിയടിക്കും, നിനക്കറിയത്തില്ലേ? ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നീ പോകാൻ നിൽക്കരുത്. നിനക്ക് പൊടിയടിക്കാനും കാറ്റടിക്കാനും പറ്റില്ല, ചൂടടിക്കാനും പറ്റില്ല, നീ പോകണ്ട കേട്ടാ. നീ പോകണ്ട. നീ പോയിട്ട് എന്തിന് ഇങ്ങനെയുള്ള നീയൊക്കെ അവിടെ പോയി ഇരുന്നിട്ട് എന്താ ഉണ്ടാക്കാൻ? ഇത് മാത്രമല്ല, ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറം തന്നെ ഉണ്ട്. ബാ ഇത് പറയാതെ വയലോട്ടൊക്കെ പൊടി അടിച്ചു കയറുന്നു. വയലോട്ട് പൊടി അടിച്ചു കയറുമോ? മക്കൾക്ക് വയ്യേ? എനിക്ക് വീട്ടിൽ ഇരി. നീ എന്തിനു പോണേ? അല്ലെങ്കിൽ തന്നെ ഇമാതിരി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് നീയൊക്കെ പൊട്ടച്ചിനും പോയിട്ട് ഒരു കാര്യമില്ല, ഒരു മാങ്ങാത്തൊലിക്കും പോയിട്ട് കാര്യമില്ല. എന്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ അല്ല, നീ പ്രൊട്ടസ്റ്റിന് പോയിട്ടുള്ള ആളാണ്. എന്ത് പ്രൊട്ടസ്റ്റിനാ മോള് പോയത്? നീയൊക്കെ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കാനാ പോയത്? റീച്ച് ഉണ്ടാക്കാൻ പോണത്? റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഇടം നിന്റെയൊക്കെ വീട്ടിലുള്ളതിനെ നിനക്കൊക്കെ നാളെ സംഭവിക്കണം. ഓക്കെ, ഞാൻ ഈ ടോപ്പിക്ക് പോലും വീഡിയോ എടുക്കാണ്ട് വിട്ടതാ. കാരണം എനിക്ക് വയ്യ. ഞാൻ ഓരോ വീഡിയോസ് കണ്ടതിന് ഒരുമാതിരി പാവം പിള്ളേരൊക്കെ കമ്പൊക്കെ ഇട്ട് കുത്തുന്ന ഓരോ വീഡിയോസൊക്കെ ഉണ്ട്, മറ്റേ ലാത്തിയിട്ട്. ഇതൊക്കെ കണ്ടൊരുമാതിരി ചത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യാനായിട്ട്. എനിക്ക് ഒരു 10-15 പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ച് അതിലേക്ക് വീഡിയോ ചെയ്യുന്നു. എനിക്ക് വയ്യാത്തോണ്ടാണ് എനിക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് സംസാരിക്കും. എന്താ പറയുക, എനിക്ക് വിഷമം വരും. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെയാണ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവത്തില്ലേ? ഇവളുമാർക്ക് ആഘോഷിക്കാൻ, റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനായി മാറി ഇപ്പം പ്രൊട്ടസ്റ്റ് വരെ. വേറൊരുത്തിയുണ്ട്, ഇന്നത്തെ ജെൻസി കിഡ്സ് ഇങ്ങനെയാണെന്ന്. അവർക്കിപ്പോൾ ഞാൻ 2 തരുന്നുണ്ട്. വാ നീ ആദ്യം തീരട്ട്. എത്ര ആൾക്കാർക്ക് മെസ്സേജ് തന്നു. കാരണം വെള്ളമാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാ, പക്ഷെ വെള്ളമാണെങ്കിൽ അത് കൊണ്ടുപോയിട്ട് അത്രയും ഉപകാരപ്പെട്ടു. കാരണം ആ സമയത്ത് നമുക്കാണെങ്കിൽ വെള്ളം ഉപകാരപ്പെടും. വെള്ളം കുടിക്കാനുള്ളതാണ്. അതുണ്ട്. ഇപ്പം എന്താണ്, നീ ഒരു 2 ടാങ്കറും വിളിച്ചോണ്ട് പോകും. ടാങ്കറും വിളിച്ച് നടുക്കിട്ടിട്ട് ഓസിട്ടിട്ട് വായിൽ കുത്തി വെച്ചോണ്ടിരിക്കും, വെള്ളം കുടിച്ചോണ്ടിരുന്നു മൊത്തം വെള്ളം കോപ്പ്. എടാ, നീയൊക്കെ നടത്തുന്ന പ്രൊട്ടസ്റ്റ് അല്ല, പ്രഹസനമാണ്. മനസ്സിലായി? റീച്ചിന് വേണ്ടി കാണിക്കുന്ന പ്രഹസനം, പ്രൊട്ടസ്റ്റ് അല്ല ഒരിക്കലും. ഇതൊന്നും പ്രൊട്ടസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. റീച്ചിന് വേണ്ടിയിട്ട് 2 പ്ലക്കാർഡ് പിടിച്ച് നിന്ന് കാട്ടുന്ന പട്ടി പ്രഹസനം, പട്ടി ഷോ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. പട്ടിക്കൊരു വിലയുണ്ട്, അതുപോലും ഇല്ല എനിക്ക്. നമുക്ക് വെള്ളം കുടിക്കാൻ തയ്ക്കും. നിങ്ങളോ ചെയ്യുന്നില്ല. ചെയ്യുന്ന ആൾക്കാർ എന്തിനാ നിങ്ങൾ കുറ്റം പറയുന്നത്? നിങ്ങളെ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം. നീ എന്നാ മാങ്ങാത്തൊലിയാണ് ഉണ്ടാക്കിയത്? ഗെറ്റ് റെഡി വിത്ത് മീ വിട്ട് പുട്ടി അടിച്ച് ഇറങ്ങിയിരിക്കുന്നത് പ്രൊട്ടസ്റ്റിന്. നീ പുട്ടി അടിച്ച് പോ. നിന്നെ ആരും ഇവിടെ ഒന്നും പറയാനൊന്നും വരുന്നില്ല. നീ എന്നെ വാങ്ങാത്തൊലിയോ ചെയ്യും. പക്ഷെ അതിങ്ങനെ ഒരു പ്രഹസനമാക്കി കണ്ടന്റ് ആക്കി റീച്ചിന് വേണ്ടിയിട്ട് പേക്കൂത്തുകൾ കോപ്രായങ്ങളും കാണിക്കാതിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് അവിടെ പോയിട്ട് അവിടെ വന്നിട്ട് ഇടിയും തള്ളും കൊണ്ട് എനിക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നിങ്ങൾ പറയുന്ന റീച്ച് എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖം ഉണ്ടാവാനാണെങ്കിൽ നീ എന്തിനു പിന്നെ പ്രൊട്ടസ്റ്റിന് പോകുന്നത്? സുഖം ഉണ്ടാവാൻ വേറെ റൂം എടുത്ത് അവിടെ കിടന്ന് ഉറങ്ങും സുഖം ഉണ്ടാവാനായിട്ട്. പ്രൊട്ടസ്റ്റിന് പോയി ഇടിയും തള്ളലും പൊടിയും എല്ലാം കാണും. പിന്നെ അതിൻ്റെ ഇടയിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കുന്നത് നിനക്ക് റീച്ചും കിട്ടും അല്ലേ? കുറച്ചൊന്ന് വേർത്താന്ത്, കുറച്ചൊന്ന് വെയിലടിച്ചാന്ത്, കുറച്ചൊന്ന് പൊടി അടിച്ചാന്ത്. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയില്ലേ? റീച്ച് കിട്ടിയില്ലേ? കാശ് കിട്ടിയില്ലേ? നീ തന്നെ ഇടയ്ക്ക് ഒരു ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ കാശ് നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് കാശ് കിട്ടുന്നു എന്ന് പറഞ്ഞ് പൈസയൊക്കെ എടുത്ത് ചെണ്ണി ഇരുന്ന് കരയുന്നത് കണ്ട് അപ്പൊ തന്നെ മനസ്സിലായി എല്ലാം കാശ് മാത്രമാണ്. നിനക്കൊന്നും അല്ലാതെ ഒരു എത്തിക്സും ഒരു മാങ്ങാത്തൊലി ഇല്ലെന്ന് മനസ്സിലായി. നമ്മൾ ബിജെപിനെ പറ്റിയിട്ട് ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്ക് അത്ര നെഗറ്റീവ് കമന്റ്സും അത്ര അൺഫോളോ വരുന്നത്. നമ്മൾ ക്രിയേറ്റേഴ്സ് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സ് കോണ എന്തെങ്കിലും വാങ്ങാത്തൊലികൾ കാണിച്ചിട്ട് ക്രിയേറ്റേഴ്സ് എവിടത്തെ ക്രിയേറ്റേഴ്സ് നീയൊക്കെ കോപ്പ് പറ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും പ്രൊട്ടസ്റ്റിന് ഇറങ്ങുവാണെങ്കിൽ ആസ് എ ക്രിയേറ്റർ നമുക്ക് നിന്റെ വീഡിയോ കണ്ടിട്ട് പ്രൊട്ടസ്റ്റിന് ആൾക്കാർ ഇറങ്ങാൻ പോണു. പിന്നെ കോപ്പ് ഇറങ്ങും. നിന്റെയൊക്കെ ഊള വീഡിയോ കണ്ടിട്ട് ആരിറങ്ങാൻ പോണു? നിന്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് പ്രൊട്ടസ്റ്റിന് ഇമാതിരി കോപ്പിലെ വീഡിയോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റിന് ഇറങ്ങാൻ പോണു. ഇത് കണ്ടും കൊണ്ട് ആൾക്കാർക്ക് ഭ്രാന്തല്ല, തലയ്ക്ക് ഓളല്ല. നിന്റെ വീഡിയോ കണ്ട് പ്രൊട്ടസ്റ്റിന് ഇറങ്ങണേ അച്ചീവ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്താലും കുറ്റം മാത്രം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കുറ്റം മാത്രം ചെയ്താൽ കുറ്റം മാത്രമേ കണ്ടെത്തുള്ളൂ. നിന്റെ എന്തെങ്കിലും നല്ലത് കാണാനുണ്ടോ? എന്തെങ്കിലും മാങ്ങാത്തൊലി നീ ചെയ്തതിൽ നല്ലത് കാണിക്കാനുണ്ടോ? ഇനി അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം നിന്റെ പ്രഹസനം. I am on the first day of my period with a migraine and a high fever protesting. What's your excuse? ഓ പ്രഹസനം. ഇതാ അവിടെ പോയിട്ട് നല്ല പ്രഹസനം കാണിക്കുന്നു. നീ വീഡിയോ എടുത്തിട്ട് മാന്യമായിട്ടൊക്കെ എടുത്തിട്ട് നീ ഇപ്പോൾ പോയത് എടുത്തിട്ടത് വലിയ കുഴപ്പമില്ല. പക്ഷെ അവിടെയും പോയി ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ നിനക്കൊക്കെ ഇടി കിട്ടണം. നിന്റെയൊക്കെ ലാത്തി കയറണം. അപ്പോഴേ നിനക്ക് വേദനയും വിഷമം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. 10-30ഓളം പിള്ളേർ തീർന്നു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഓക്കെ, അതൊക്കെ ആദ്യം മനസ്സിലാക്കണം. ആ ഒരു എനർജി, ആ ഒരു സാധനം വേണം മനസ്സിലിരിക്കാൻ. അല്ല നിനക്കൊക്കെ ആഘോഷിക്കാനും റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകാനുള്ള ഒരു വഴിയാക്കി മാറ്റരുത് ദയവ് ചെയ്തിട്ട്. നിന്നെ പോലെ ഉള്ള ഊളകളാണ് ഈ നാടിന് ശാപം. പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കാൻ പോയിരിക്കണം, റീച്ച് ഉണ്ടാക്കാൻ പോയിട്ട് കോപ്പുകൾ.
ഞാൻ പറഞ്ഞാലേ ഞാൻ എൻ്റെ വായന വല്ലതൊക്കെ പരിപാടി. എനിക്ക് ചില സാധനങ്ങൾ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് കുരുവൊട്ടും ഇതൊക്കെ കാണുമ്പോൾ. ഞാൻ ഉള്ള കാര്യം പറയാമല്ല. ഇനി വേറൊരുത്തി ഗ്രം ആസ് ഐ അറ്റൻഡ് മൈ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ്. അടുത്തവൾ ആഘോഷമായിട്ട് അടുത്തവൾ പോവുകയാണ്. റണ ഫാത്തിമ. ഈ ചീവിട് സാധനത്തിനെ കൊണ്ട് ബിഗ് ബോസിൽ നിന്ന് ശല്യം ഒഴിച്ച് വിട്ടതാണ്. വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരും. Let's get ready with me to go to my first ever protest. If you are going for a protest, the first thing you need is a spy because most of our celebrities don't have one. I'm wearing a very comfortable black and Okay. white outfit. The black represent our dark future and this white represent our government. And they don't care. They don't care about the future. And they are diminishing the thing called democracy. Anyways, they നിനക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു മാങ്ങാത്തലിയെ കുറിച്ചിട്ട് ഒരു കയറുമില്ല. നിന്റെയൊക്കെ ഊളത്തനങ്ങൾ കാണിച്ചിട്ട് പറയും ജെൻസി കിഡ്, 2K കിഡ്, മറ്റേ ഫിണ്ട് കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിനൊരു പരിധി വേണം കേട്ടോ. 10-30ഓളം ജീവനാണ് തീർന്നത്. അതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നീയൊക്കെ പോകുന്നതെന്നുള്ളൊരു ചിന്തയെങ്കിലും വേണം. നമ്മുടെ രാജ്യം മൊത്തം അതിൻ്റെ ഒരു വിഷയത്തിലാണ് നിൽക്കുന്നത്. കാണുന്നുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ പേടിയാണ് തോന്നുന്നത്. പണ്ട് അതായത് നൂറ്റാണ്ട്